ാക്കട്ടെ. നമ്മള് അത്രത്തോളം നമ്മൾ ഗൾഫ് മലയാളികൾ പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ വയനാട്. അവിടേക്കാണ് നമ്മളെ ആൾക്കാരൊന്നും തിരിഞ്ഞു നോക്കാതെ നമ്മളെ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും പറ്റാത്ത രണ്ട് കേന്ദ്രമന്ത്രിമാരും കുറച്ച് അത് കേരളത്തിൽപ്പെട്ട സ്ഥലം, ഇന്ത്യ കേരളത്തിൽപ്പെട്ട സ്ഥലമല്ല എന്ന് അവരൊക്കെ വിചാരം. ഏതായാലും ഇൻഷാ അല്ലാഹ് ഓലൊന്നും നോക്കിയിട്ടില്ലെങ്കിലും നമ്മൾ മലയാളികളുടെ ഇവിടെ ഓരൊറ്റക്കെട്ടായിട്ട് ഈ വയനാടിനെ നമ്മൾ പഴയ പോലെ തന്നെ പോയോല് നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ ബാക്കിയുള്ള നമ്മൾ ചെയ്യൂട്ടോ. വയനാട്ടിൽ മലയാളികൾ മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാരും സഹായങ്ങൾ എത്തിക്കുന്നു. പ്രവാസി മലയാളികൾ കണ്ണീരോടെ വയനാട്ടിലേക്ക് നോക്കി നെടുവീർപ്പെടുന്നു. സർക്കാരുകൾ ഒന്നായി നിൽക്കുന്നു. ഭരണവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് എല്ലാം ചെയ്യുന്നു. പ്രധാനമന്ത്രി വന്നപ്പോൾ സ്വീകരിച്ചത് മുഖ്യമന്ത്രി. മോദിക്കൊപ്പം എല്ലായിടത്തും മുഖ്യമന്ത്രിയും ഒപ്പം നിന്നു. വയനാട്ടിൽ 2 കേന്ദ്രമന്ത്രിമാരും എത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വയനാടിനെയും ദുരിതാശ്വാസത്തെയും ദേശീയ ശ്രദ്ധയിൽ എത്തിച്ചു. മാത്രമല്ല വയനാട്ടിൽ എല്ലാം ചെയ്യുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ദുരന്ത ഭൂമിയിലും പരിക്കേറ്റവരെയും അദ്ദേഹം കണ്ടു. ദുരിതാശ്വാസ ക്യാമ്പിലെത്തി, ആശുപത്രിയിലെത്തി. പരിക്കേറ്റവരെ, മരിച്ചവരുടെ ബന്ധുക്കളെ ചേർത്തുപിടിച്ചും പുറത്തു തട്ടിയും ആശ്വസിപ്പിച്ചു. കുട്ടികൾക്കൊപ്പം നമ്മുടെ പ്രധാനമന്ത്രി ചിലവിട്ടു. വയനാട്ടിന് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ കണ്ണീരൊപ്പാൻ നേരിട്ട് എത്തിയത്. ഇതിൽ വലിയ ഒരാൾ ഇന്ത്യ രാജ്യത്തു നിന്നും വയനാട്ടിൽ എത്താനില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കെയാണ് ഇന്ത്യ രാജ്യത്തെയും സുരേഷ് ഗോപിയെയും മന്ത്രി ജോർജ് കുര്യനെയും എല്ലാം വർഗീയമായി ചിത്രീകരിച്ച് ഗൾഫിൽ നടക്കുന്ന പ്രചാരണം. ഏറ്റവും വേദന എന്നത് ഈ ദുരന്തത്തിൽ സ്വന്തം രാജ്യം, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ എന്നിവരെ പാകിസ്ഥാന്റെ പേരും മഹത്വവും പറഞ്ഞ് താഴ്ത്തിക്കെട്ടുകയാണ്. പാകിസ്ഥാനെ പുകഴ്ത്തുകയാണ്. ഇന്ത്യയെ ഇകഴ്ത്തി അപമാനിക്കുകയാണ്. ഒരു അറബിയുടെ കടയുടെ പ്രൊമോഷനാണ് ഇത്തരത്തിൽ നീചമായി ചെയ്യുന്നത്. അറബിമാർ പോലും ഇന്ത്യയെ ചവിട്ടിത്താഴ്ത്തി പാകിസ്ഥാനെ ഇങ്ങനെ ഈ ദുരന്തത്തിൽ പുകഴ്ത്തുന്നത് പൊറുക്കാൻ പാടില്ല. ഗൾഫിലെ ഒരു മലയാളിക്കും ഇതൊന്നും പൊറുക്കാനാകില്ല. ഗൾഫിലെ ഒരു ഇന്ത്യക്കാരനും പൊറുക്കാനും സഹിക്കാനുമാകില്ല. ഇത് എങ്ങനെയാണ് ഇന്ത്യ വിട്ടാൽ ഇത്തരക്കാർക്ക് പാകിസ്ഥാൻ ഹൃദയത്തിൽ കയറുന്നത്? നോക്കുക, ഒരു ഉളുപ്പുമില്ലാതെ പാകിസ്ഥാനെ വയനാട്ടിലേക്ക് ക്ഷണിക്കുന്നു. വയനാട് പാകിസ്ഥാൻ നോക്കുമെന്നും ഇന്ത്യ ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നും പറയുന്നു. ഇത് പറയുമ്പോൾ ചുറ്റും നിൽക്കുന്നവർ കൈയടിക്കുന്നു. സുപ്രധാനമായ മറ്റൊരു കാര്യം, ഇതിൽ കേരള സർക്കാരിനോ കേരള മന്ത്രിമാരെയോ വിമർശിക്കുന്നില്ല. വിമർശിക്കുന്നത് ഇന്ത്യയെയും കേന്ദ്ര സർക്കാരിനെയുമാണ്. അതിനാൽ തന്നെ വിമർശനത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും വിഭജനത്തിന്റെ അജണ്ടയും പാകിസ്ഥാൻ ചേരിയിൽ നിന്ന് നടത്തുന്ന പ്രചാരണവും ഏറെ വ്യക്തം. വളരെ കൃത്യമല്ലേ? ഇതുപോലെയുള്ള കീടങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ ചെന്നിരുന്ന് ഈ രാജ്യത്തിനെതിരെ കുരയ്ക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ചില സന്ദർഭങ്ങളിലെങ്കിലും ബോധ്യമാകാറുണ്ട്. നമ്മളത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ബാധ്യസ്ഥരാണ്. മറ്റൊരു ദേശീയ പതാക ഉയർത്തൽ ചടങ്ങാണ്. എന്താ പറയുന്നതെന്ന് കേൾക്കുക. പുതിയ ദേശീയഗാനം. അല്ലാഹു അക്ബർ പറഞ്ഞിട്ടാണ് ഈ കൂട്ടർ ദേശീയ പതാക ഉയർത്തുന്നത്. അപ്പോഴും ഇവർക്ക് ഈ രാജ്യം ഒന്നുമല്ല. ഇവർക്ക് ഈ രാജ്യത്തെ മാനിക്കാൻ സാധിക്കുന്നില്ല. ഈ രാജ്യത്തെ അംഗീകരിക്കാനും ഇവർക്ക് കഴിയുന്നില്ല. കാരണം ഇവരിലെ ജനാധിപത്യവും ദേശീയതയും രാജ്യസ്നേഹവും മതേതരത്വവും ഒക്കെ വെറും ഒരു പുകമറ മാത്രമാണ്. ചില സാഹചര്യങ്ങളിൽ മാത്രം എടുത്തണിയാനുള്ള ഒരു മൂടുപടം മാത്രമാണ് ഇവർക്ക് ഈ രാജ്യത്തോടുള്ള കൂറും സ്നേഹവും. നമുക്കറിയാം, കാശ്മീരിലൂടെ ജോഡോ യാത്ര നടത്തിയ ഗണ്ഡിയെ നമ്മൾ കണ്ടു, രാഹുൽ ഗണ്ഡിയെ. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നു അവിടെ ദേശീയ പതാക നാട്ടാൻ? രാഹുൽ ഗണ്ഡി ചോദിക്കുന്നുണ്ട്, ദേശീയ പതാക കാശ്മീരിലൂടെ പദയാത്ര നടത്താൻ ധൈര്യമുള്ള ഏത് BJP നേതാവ് ഉണ്ടെന്ന് രാഹുൽ ഗണ്ഡി ഉയർത്തിയ ഒരു ചോദ്യമാണ്. ലാൽ ചൗക്ക് എന്ന് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അദ്ദേഹം കേൾക്കാൻ ഇടയുണ്ട്. ഈ 4-5 കൊല്ലമായി ശാന്തത നിറഞ്ഞ ഒരു മണ്ണാണത്. പൂർണ്ണമായും ഭാരതീയരാൽ നിറഞ്ഞ ലാൽ ചൗക്ക് അല്ല. 1992 ലാൽ ചൗക്കിനെ കുറിച്ച് നമ്മൾ അറിയണം. രാവിലെ റോഡിലോട്ട് ഇറങ്ങിയാൽ
രാത്രി വീട്ടിലെത്തുമോ എന്ന് തദ്ദേശവാസികൾക്ക് ഉറപ്പില്ലാത്ത എല്ലാ തലത്തിലുമുള്ള ഇസ്ലാമിക ഭീകരവാദികൾ ഗ്രനേഡും തോക്കും കാർ ബോംബുമായി കുട്ടികൾ കളിപ്പാട്ടം വെച്ച് കളിക്കുന്നത് പോലെ നിരത്തുകളിൽ കഴിച്ചിരുന്ന ഒരു കാഴ്ച ലാൽ ചൗക്കിലുണ്ടായിരുന്നു. രാവിലെ കുളിക്കുമ്പോൾ അവരോർക്കും, വൈകിട്ട് എന്നെ കുളിപ്പിക്കുമായിരിക്കുമോ, വസ്ത്രം ധരിക്കുമ്പോൾ ഈ വസ്ത്രം ഞാൻ ധരിക്കുന്നു, ഇത് ഞാൻ തന്നെ ഊരുമോ എന്നറിയില്ല. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു, ആരെങ്കിലും ശവമായി തിരിച്ചു വരുമായിരിക്കുമോ, അതോ പൊട്ടിത്തെറിച്ച് ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം ഛിന്ന ഭിന്നമായി മാറുമോ എന്നറിയാതെ ഏത് നിമിഷവും മരണം പ്രതീക്ഷിച്ച് ജീവിച്ചിരുന്ന ഒരു ലാൽ ചൗക്ക് ഉണ്ടായിരുന്നു. ഭാരതത്തിനും ദേശീയതയ്ക്കും ഒപ്പം നിൽക്കുന്നു എന്ന് മനസ്സിലായാൽ ഇസ്ലാം മതസ്ഥരെയും വധിച്ചിരുന്ന മതഭീകരതയുടെ ക്രൂരത മാത്രം നിറഞ്ഞിരുന്ന ഒരു മുറിയൻ കാലം. ആ ലാൽ ചൗക്കിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുരളി മനോഹർ ജോഷി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏകതാ യാത്ര നയിച്ചെത്തിയത്. മതഭ്രാന്തന്മാരുടെ പരസ്യമായ വധഭീഷണിയെ വരെ അവഗണിച്ച് ദേശീയ പതാക വാനിൽ ഉയർത്തി മുഷ്ടി ചുരുട്ടി ഉറക്കെ ആ മനുഷ്യൻ വിളിച്ചു, ഭാരത് മാതാ കി ജയ്. അന്ന് ആ പരിപാടിക്ക് ഒരു സൈന്യാധിപൻ ഉണ്ടായിരുന്നു. പേര് പറഞ്ഞാൽ എത്ര പേർക്ക് തിരിയുമെന്നറിയില്ല. പക്ഷേ അയൽ രാജ്യം ഉൾപ്പെടെ സകലമാന ലോക രാജ്യങ്ങളും മാനിക്കുകയും അംഗീകരിക്കുകയും സ്വീകാര്യനായി അംഗീകരിക്കുകയും ചെയ്ത നേതാവ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ആ ലാൽ ചൗക്കില് ആരെങ്കിലും ഇന്ത്യ മഹാരാജ്യം ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനെ പച്ചയ്ക്ക് വെട്ടിയരിഞ്ഞിരുന്ന ലാൽ ചൗക്കിൽ ഭാരത് മാതാ കി ജയ് എന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവരെ നയിച്ചത് നരേന്ദ്രനായതുകൊണ്ട്. ആ കാലത്ത് ആ മനുഷ്യരും കൂട്ടരുമൊക്കെ അവിടെ കാണിച്ച രാജ്യസ്നേഹത്തിന്റെ, ദേശീയത എന്ന വികാരത്തിന്റെ 1000-ൽ-1 ബ്രിട്ടനിൽ പോയി രാജ്യത്തെ കുത്തി സംസാരിച്ച, ഈ രാജ്യത്തെ അപമാനിച്ച് സംസാരിച്ച ഗണ്ഡിക്ക് കഴിയില്ല. ഇപ്പോ കാശ്മീരിനെ പുതിയ ഒരു കാശ്മീരാക്കി മാറ്റി കാശ്മീരിന്റെ പുതിയ എല്ലാ പദവികളും റദ്ദ് ചെയ്ത് ആ നാടിനെ സമാധാനപൂർണമാക്കി ഇന്ത്യയുടെ ദേശീയ പതാക ഉയരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോ ഇപ്പോ പറയുന്നു, ഞാൻ ഇവിടെ എത്തിയത് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന്. ശരി, കുഴപ്പമൊന്നുമില്ല. ദേശീയ പതാക നമുക്ക് നമ്മുടെ ഒരു അമ്മയെ പോലെ നമുക്കൊരു വികാരമാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് തടയുന്ന ആളുകളെ ഗുണ്ട ആക്ട് പ്രകാരം ജയിലിൽ അടയ്ക്കണമെന്നാണ് മദ്രാസ് ഹൈക്കോടതി വിധിച്ചത്. കാരണം രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണത്. മദ്രാസ് ഹൈക്കോടതിയിൽ രാവിലെ ജഡ്ജി ജി ജയചന്ദ്രൻ കേസുകൾ വാദം കേൾക്കാൻ തുടങ്ങും മുമ്പ് തന്നെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ട് ഹൗസിംഗ് സൊസൈറ്റിയിൽ മുൻ ഭരണാധികാരികൾ പതാക ഉയർത്തുന്നത് തടയുമെന്ന് പറഞ്ഞതിനെതിരെ കേസ് അടിയന്തിരമായി പരിഗണിക്കണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടു. നാളെ ദേശീയ പതാക ഉയർത്താൻ പോലീസ് സംരക്ഷണം നൽകണമെന്നും അഭിഭാഷകൻ അഭ്യർത്ഥിച്ചു. അതിനെ തുടർന്നാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് തടയുന്നവരെ ഗുണ്ടാ നിയമപ്രകാരം ജയിലിൽ അടയ്ക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചത്. ദേശീയ പതാക ഉയർത്തുന്നതിന് സുരക്ഷ ഒരുക്കുന്നത് നാണക്കേടാണ്. പതാക ഉയർത്തുന്നത് ആർക്കും തടയാൻ കഴിയില്ല. തടയുന്നവർക്കെതിരെ പോലീസ് നടപടിയെടുത്തിട്ടില്ലെങ്കിൽ കേസെടുക്കുമെന്നും കോടതി വ്യക്തമാക്കി. പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ ഉയർത്തപ്പെടേണ്ടുന്ന ഒരു പതാകയല്ല അത്. ഈ രാജ്യത്തിന്റെ ഒരു പൊതുവികാരമാണ് ദേശീയ പതാക. അതുകൊണ്ട് ആ ദേശീയ പതാക ഉയർന്നു തന്നെ നിൽക്കണം. പക്ഷേ എന്ത് ചെയ്യാം?
നമ്മുടെ നാട്ടിൽ മാത്രം വിചിത്രമായ ചില രീതികളാണ് കാണുന്നത്. നമ്മുടെ രാജ്യത്തു മാത്രം ദേശീയ പതാകയോടെന്നല്ല, ദേശീയതയോടെന്നല്ല, ഈ രാജ്യത്തെ ഏത് രൂപത്തിലുള്ള പുരോഗമനത്തെയും അവർ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുകയാണ്. നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു വികാരം ഇന്ന് നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. അത് കേന്ദ്ര ഭരണം പിടിക്കുക എന്ന ലക്ഷ്യമാണോ അവർക്കുള്ളത്? അല്ല. അഴിമതി കേസുകളിൽപ്പെട്ട് ശ്വാസം മുട്ടുന്ന ഗണ്ഡി കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും മുതൽ മമത വരെയുള്ള ആളുകളുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കപ്പെടുന്നത് നരേന്ദ്രമോദിയുടെ ഇരിപ്പിടത്തിന്റെ സ്ഥിരതയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിദംബരം, മകൻ കാർത്തിക് ചിദംബരം, പ്രിയങ്കയുടെ ഭർത്താവ് വാദ്ര, ഇവർക്കൊക്കെ ജയിലിലേക്കുള്ള വഴികൾ എളുപ്പമായിട്ടുണ്ട്. പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് മോദി ഭരണത്തിന്റെ തുടർച്ചയെ തടയാൻ, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ, ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ഭാഗത്ത് നിന്നു. കാരണം നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നാൽ ഇവർക്ക് ഈ രാജ്യത്തെ തീവ്രവാദം കൊണ്ട് ചുറ്റിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തീവ്രവാദികൾക്കും ഭീകരവാദത്തിനുമൊക്കെ ബാലികേറാമലയായി ഈ രാജ്യം നിൽക്കുന്നു. വിദേശ പണം കോടിക്കണക്കിന് കണ്ടെയ്നറുകളിലായി വന്നിറങ്ങുന്നു. ആ പണം കൈപ്പറ്റാൻ കഴിയുന്നില്ല. ഇനി എങ്ങാനും ശകലം തുമ്പോ തുരുമ്പോ ഒക്കെ കൈപ്പറ്റിയാൽ പോലും തീവ്രവാദികൾക്ക് ഒരൊറ്റ ആക്രമണം പോലും നടത്താൻ മോദി ഭരണത്തിന് കീഴിൽ പറ്റുന്നില്ല. ഇരുമ്പ് നിക്കറ് തയ്പ്പിക്കാൻ പറ്റുന്നില്ല, എന്നാലല്ലേ പൊട്ടിത്തെറിക്കാൻ പറ്റൂ. ഒരുപാട് ജില്ലകളിൽ സമാന്തര ഭരണം നടത്തിയിരുന്ന മാവോയിസ്റ്റുകളുടെ നടുവൊടിച്ച നടപടികൾ നമ്മൾ കണ്ടു. ഇത്തിൽ കണ്ണികളായി സാംസ്കാരിക ചരിത്ര വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഇത്തിൽ കണ്ണികളെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ അവിടെ നിന്നൊക്കെ വാരി തറയിലിട്ട് പിച്ചി കീറി വെയിലത്ത് വെച്ചു. ഇപ്പോ എല്ലാവരും ഒരുമിച്ച് കൂടി, രാജ്യവിരുദ്ധരായ മുഴുവൻ ആളുകളും ഒരു ഭാഗത്ത്, എല്ലാവരും, എഴുത്തുകാരുണ്ട്, അതില് വ്യത്യസ്തമായ രാഷ്ട്രീയ വിഭാഗക്കാരുണ്ട്, മാവോയിസ്റ്റുകാരുണ്ട്, സാംസ്കാരിക നായകരുണ്ട്, ഭരണത്തിന്റെ സുഖം അനുഭവിച്ച ആളുകൾ. കഴിഞ്ഞ ഏതാനും ചില വർഷങ്ങളായി അഴിമതിയിൽപ്പെട്ട് ശ്വാസം മുട്ടി നിൽക്കുമ്പോൾ നിയമത്തിന്റെ കുരുക്കുകൾ കൊണ്ട് അവരെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി. മോദിയെ താഴെ ഇറക്കിയാൽ മാത്രമേ ഇവരുടെ കെട്ടുകൾ അയയൂ. ഈ രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ ഈ ഭീകരരെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചാലേ കഴിയൂ എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിനു വേണ്ടി, ഈ രാജ്യത്തെ നയിക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഭരണകർത്താവ് അത് ചെയ്തേ തീരൂ. ഭാരതവും ഭാരത വിരുദ്ധരും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ. ഭാരതത്തെ ഭാരതമായി തന്നെ അഭിമാനത്തോടെ തല ഉയർത്തി നിർത്താൻ നമ്മളിൽ ഓരോരുത്തരും കൈകോർത്തു. രാജ്യസ്നേഹവും ദേശീയ പതാകയും വന്ദേ മാതരവും ഭാരത് മാതാ കി ജയും ജയ് ഹിന്ദും ഒക്കെ വർഗീയമായി മുദ്ര കുത്തപ്പെടുന്ന, മതേതര വിരുദ്ധമാകുന്ന ഒരു ഇന്ത്യയാകരുത് നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യ അത് നമുക്ക് വർണ്ണിക്കാൻ സാധിക്കാത്ത ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ കാശ്മീരിൽ ദേശീയ പതാക ഉയർത്താൻ ഒരാളും ജീവിച്ചിരിക്കില്ല എന്ന് ആക്രോശിച്ച ഹിസ്ബുൾ മുജാഹിദീന്റെ ഭീകരൻ ജാവീദ് മട്ടുവിന്റെ അനിയനായ റായിസ് മട്ടു സ്വന്തം വീട്ടിൽ ത്രിവർണ പതാക ഉയർത്തി അയാൾ ഉറക്കെ പറഞ്ഞു, എന്റെ ഹൃദയത്തിൽ തിരങ്ക വീശുന്നുണ്ട്, എന്റെ നാട് ഭാരതമാണ്, കാശ്മീർ എന്റെ ഭാരതത്തിന്റെ പൂന്തോട്ടവുമാണ്, കാശ്മീർ മാറുകയാണ് ഭായി. എന്റെ ജീവിതത്തിൽ ആദ്യമായി
സ്വാതന്ത്ര്യ ദിനത്തിൽ എൻ്റെ കട തുറന്നിരിക്കുന്നു. മുമ്പ് ഇതേ ദിവസം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഹർത്താലും കല്ലേറുമായിരുന്നു ഞാൻ കണ്ടിരുന്നത്. ഇന്ന് സ്ഥിതിഗതികളാകെ മാറി. ഇനി പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സ്വന്തം സഹോദരനോട് റായിസ് പറയുന്നു, നീ എവിടെയെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഭീകരവാദം ഉപേക്ഷിച്ച് തിരിച്ചു വരൂ. നമുക്ക് ഈ മണ്ണിൽ സ്വസ്ഥതയോടെ ജീവിക്കാമെന്ന് 2023 ആ ഭീകരന്റെ അനുജൻ അദ്ദേഹത്തിന് എഴുതിയ വലിയ ഒരു സന്ദേശമായിരുന്നു ഇത്. ദേശീയ പതാക മദ്രസയിലെ ദേശീയ വിരിപ്പിന് പകരം വിരിച്ച ഒരു വാർത്ത നിങ്ങൾ കേട്ടിരുന്നോ? ഈ രാജ്യത്തെ ഏതൊക്കെ രൂപത്തിൽ അപമാനിക്കാമോ ആ രൂപത്തിലെല്ലാം ഇവർ അപമാനിച്ചു കൊണ്ടേയിരിക്കും എല്ലാ കാലഘട്ടത്തിലും. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ രാജ്യസ്നേഹം ഒരു വൈകാരികതയായി മാറുന്നത്. എല്ലാവരും ആ ഗണത്തിൽ പെടുന്നവരല്ല. ഓഗസ്റ്റ് 15-നായിരുന്നു ഇന്ത്യ 77ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത്. വലിയ ആഘോഷത്തോടെയാണ് ഇത്തവണ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ലോകമെമ്പാടും നടന്നതും. അതേസമയം കാശ്മീരിൽ കല്ലെറിഞ്ഞവർ കൈകളിൽ തിരങ്കയേന്തി ഭാരതത്തിന് ജയഘോഷം മുഴക്കുന്ന അതിമനോഹരമായ കാഴ്ചയ്ക്കും രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നിന്നും ദേശീയ പതാകയെ മദ്രസ അധ്യാപകർ അവഹേളിച്ച ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ മദ്രസയ്ക്കുള്ളിൽ മേശപ്പുറത്ത് ത്രിവർണ്ണ പതാക വിരിച്ചാണ് മദ്രസ അധികൃതർ ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. ദഹിയ ബഹാൻ ബസാറിലെ മദ്രസ ഗൗസിയ ഇസ്ലാമിയ സീനത്ത് ഉൽ ഉലൂമിലാണ് സംഭവം നടന്നത്. അതേസമയം സംഭവത്തിന്റെ ഫോട്ടോ പുറത്തു വരികയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തതോടെ നാട്ടുകാർ തന്നെ ഇവർക്കെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. ചിത്രത്തിൽ ചിലർ കസേരയിൽ ഇരിക്കുന്നതും മറ്റുള്ളവർ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മുന്നിലെ മേശയിൽ കാവിയും വെള്ളയും പച്ചയും വരകളുള്ള ഒരു തുണി വിരിച്ചിരിക്കുന്നതും കാണാം. ഇവർക്കായുള്ള ആഹാരം ഇതിനു മുകളിൽ വച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം സ്ഥലത്തുണ്ടായിരുന്ന ഒരാൾ മൊബൈൽ ഫോണിൽ പകർത്തിയ ചിത്രം പുറത്തു വന്നതോടെയാണ് സംഭവം വിവാദങ്ങൾക്ക് വഴിവെച്ചത്. അതേസമയം സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാകയെ അപമാനിച്ച ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലെ മദ്രസ അധ്യാപകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസിൽ കണ്ടാലറിയാവുന്ന 4 പേർ ഉൾപ്പെടെ 10ഓളം പേർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. തൗബ് അൻസാരി, നൻഹെ ഖുറേഷി, സഞ്ജയ് കുൽദീപ് കേശർവാനി എന്നിവരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അതേസമയം സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാകയോട് മണിപ്പൂർ ഗോത്ര വിഭാഗം അനാദരവ് കാണിച്ചതെന്ന വാർത്തയും ഇന്നലെ പുറത്തു വന്നിരുന്നു. നിരവധി പേരാണ് ഇതിനെതിരെ രംഗത്തെത്തിയത്. ഒടുവിൽ സംഭവത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് മണിപ്പൂർ ഗോത്ര വിഭാഗം തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ദേശീയ പതാകയോട് അനാദരവ് കാണിച്ചാൽ ശിക്ഷ കടുത്തതായിരിക്കുമെന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഇതൊക്കെ ഒന്ന് ജനങ്ങളോട് വിളിച്ചു പറയണ്ടേ? നമ്മുടെ രാജ്യത്തോട് ഇവർക്ക് ഏത് രൂപത്തിലുള്ള പ്രതിബദ്ധതയും സ്നേഹവുമാണുള്ളത്. എന്നിട്ട് ഇവര് മുഴത്തിന് 300 വട്ടം ഈ രാജ്യസ്നേഹം എന്നിങ്ങനെ വിളമ്പുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഇവർക്ക് ഏത് രാജ്യത്തോടാണ് സ്നേഹം? നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധിച്ചത് കൊണ്ട് നമ്മുടെ രാജ്യം തകർന്നു എന്ന് പറഞ്ഞു. ഏത് രാജ്യമാണ് തകർന്നത്? ഏത് രാജ്യമാണ് തകർന്നത്? ഒടുവിൽ വർഷങ്ങൾക്കിപ്പുറം നമ്മൾ തിരിച്ചറിഞ്ഞു, അതേ രാജ്യം തകർന്നു. പക്ഷേ അത് പാകിസ്ഥാൻ എന്ന രാജ്യമായിരുന്നു തകർന്നത്. സ്വതന്ത്ര ഭാരതമായിരുന്നില്ല തകർന്നത്. ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി അവര് ശ്രമിച്ച എല്ലാ ശ്രമങ്ങളെയും നിരുപാധികം വെട്ടിമുറിച്ചു മാറ്റുകയായിരുന്നു ഈ രാജ്യം ചെയ്തത്. ഇപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ജൂലിയ ഗില്ലാർഡ്, അവരെ ലോകം അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ നേതാക്കളും അവരെ പോലെ ആയിരിക്കണം എന്ന് ലോകം പറയുന്നു. ഇസ്ലാമിക ശരീഅത്ത് നിയമമാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇന്ന് തിങ്കളാഴ്ചയാണ്, നാളെ ചൊവ്വ, ഒരു ദിവസം കൊണ്ട് എല്ലാം പറക്കി കെട്ടാൻ. ബുധനാഴ്ച നിങ്ങളെ ഇവിടെ കണ്ടുപോകരുത് ഈ രാജ്യത്ത്. തിങ്കളാഴ്ചത്തെ പ്രസംഗമാണ്. ചൊവ്വാഴ്ച കൊണ്ട് എല്ലാം വാരി കെട്ടിപ്പൂട്ടി സ്ഥലം വിട്ടോണം ഈ രാജ്യത്ത് നിന്ന്. ഈ രാജ്യത്ത് നിന്നെ പോലെയുള്ള മതഭ്രാന്തന്മാരായ മുസ്ലിം തീവ്രവാദികളെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. ഓസ്ട്രേലിയയിലെ പള്ളികളിലൊക്കെ അന്വേഷണം നടത്ത്. ഓസ്ട്രേലിയക്കാരല്ലാത്ത വിദേശികൾ ഇവിടെ എത്തിയാൽ ഈ രാജ്യത്തിന്റെ നിയമവുമായി അവർ പൊരുത്തപ്പെട്ട് ജീവിക്കണം. ഓസ്ട്രേലിയയിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യം എന്ത് ചെയ്താലും
അതിവിടുത്തെ ഭരണഘടന പ്രകാരമാണ് ചെയ്യുന്നത്. ഇവിടെ ഇംഗ്ലീഷാണ് ഭാഷ, ഇവിടെ അറബി സംസാരിക്കാൻ പറ്റില്ല. ക്രമേണ നിങ്ങൾ അറബി പഠിക്കണം. അതല്ലേ, പോയിക്കോ നിങ്ങൾ വന്നിടത്തേക്ക്. ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചോ. അതൊരു ഗ്ലോബലൈസ്ഡ് ലാംഗ്വേജ് ആണ്. ഞങ്ങൾ യേശുവിനെ ആരാധിക്കുന്നുണ്ട്. ഞങ്ങൾ ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. മറ്റൊരു മതത്തിലും വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ വർഗീയവാദികളല്ല. പക്ഷേ ഞങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മതം പഠിപ്പിക്കാനും ഞങ്ങളുടെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ വന്ന് മുസല്ലയിട്ട് നമസ്കരിക്കാനും നിങ്ങൾ വിചാരിക്കേണ്ട. ഞങ്ങളുടെ വിശ്വാസങ്ങളും മതഗ്രന്ഥങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകും. ചേലയ്ക്കാതൊരു മൂലയ്ക്ക് അത് കണ്ടും അടങ്ങി ജീവിക്കാമെങ്കിൽ ഇവിടെ ജീവിക്കാം. അതല്ലെങ്കിൽ ഓസ്ട്രേലിയ വിട്ടോ എവിടെ പോയാലും ഞങ്ങൾക്ക് പരാതിയില്ല. ഈ ഓസ്ട്രേലിയക്ക് ഒരു നിയമമുണ്ട്, ഒരു നാഗരികതയുണ്ട്, ഈ രാജ്യത്തിനൊരു അഭിമാനമുണ്ട്. നിങ്ങളുടെ മതത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകാം. അത് പൊതു ഇടങ്ങളിലല്ല നമസ്കരിക്കേണ്ടത്. ശബ്ദ മലിനീകരണം ഈ രാജ്യത്ത് ഞങ്ങൾ അനുവദിക്കില്ല. ഓഫീസിലോ സ്കൂളുകളിലോ ഒക്കെ നമസ്കരിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ ചെവിക്ക് പിടിച്ച് ഞങ്ങൾ പുറത്തിറക്കും. വീട്ടിലോ നമസ്കരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളികളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ശരിയാക്കി തരാം. അവിടെ പോയി നമസ്കരിച്ചോ. ഞങ്ങളുടെ രാജ്യത്തിന് ഒരു ദേശീയ പതാകയുണ്ട്, ദേശീയ ഗാനമുണ്ട്, ഞങ്ങളുടെ മതമുണ്ട്, ഞങ്ങളുടേതായിട്ടുള്ളൊരു ജീവിത രീതിയുണ്ട്. അതനുസരിച്ച് ഇവിടെ പോകാമെങ്കിൽ പോകാം. നിങ്ങളത് അംഗീകരിക്കണമെന്ന് പറയുന്നില്ല, ഞങ്ങളത് ഫോളോ ചെയ്യും. ആ ഞങ്ങളെ നിങ്ങൾ പാപ്പിച്ചാൻ വരണ്ട. നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയ ഈ സെക്കൻഡിൽ വിടണം. നാളെ ഒരു ദിവസം പോലും എടുക്കണ്ട. എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു നിയമം ഓസ്ട്രേലിയയിലെ ഒരു വനിത പാസാക്കി എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമാണോ? എത്ര പേർക്ക് ഇതിന് ധൈര്യമുണ്ടാകും ഇവരോട് ഇത് പറയാൻ? ഞമ്മന്റെ മതം എന്തോ വലിയ സംഭവമായതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കുന്നത്. ഇപ്പോ ഇസ്രയേലും ഗാസയും തമ്മിൽ രൂക്ഷമായ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ പ്രശ്നങ്ങളിൽ ഒരു കാരണവശാലും മറ്റ് രാജ്യങ്ങളൊക്കെ മിംഗിളായി ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആഗ്രഹിക്കുന്ന രാജ്യങ്ങളും ഭരണാധികാരികളുമുണ്ട്. അതല്ല, ഒരു ഭാഗത്ത് ഇറാനും മറുഭാഗത്ത് ഇസ്രായേലും തമ്മിൽ രൂക്ഷമായി പൊരുതട്ടെ. മറുഭാഗത്ത് ഇറാഖോ സിറിയയോ ലെബനനോ ഇവരെല്ലാവരും കൂടെ ചേർന്ന്, എതിർഭാഗത്ത് ബ്രിട്ടനോ അമേരിക്കയോ ഫ്രാൻസോ ഇസ്രായേലോ ഒക്കെ ചേർന്ന് തമ്മിലടിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം MBS മുഹമ്മദ് ബിൻ സൽമാൻ അടുത്ത കിരീടാവകാശിയാണ് സൗദി അറേബ്യയുടെ. അദ്ദേഹം ഇസ്രായേലിനെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ ആ മനുഷ്യന്റെ തലയെടുക്കാനാണ് ഇപ്പോൾ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജാവായിട്ടും കാര്യമില്ല, അധികാരമുണ്ടായിട്ടും കാര്യമില്ല. മാൻ പവറുമുണ്ട്, മണി പവറുമുണ്ട്, പൊളിറ്റിക്കൽ പവറുമുണ്ട്. ഈ ഇസ്ലാം മത തീവ്രവാദികൾ നമ്മളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടാണ് അതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയ കടമ്പ തന്നെയാണ്. ഈ മതം ഇങ്ങനെയാണ്. ഇവരുടെ തീവ്രവാദവും ഇവരുടെ ഭീകരതയും താൻ പോരിമയും ഒരിക്കലും അവസാനിക്കില്ല. ഞമ്മന്റെ മതം മാത്രമാണ് ശരി, ഞമ്മന്റെ മതം മാത്രമാണ് ആത്യന്തികമായി സത്യം, ഞമ്മന്റെ മതം മാത്രമാണ് വിജയിക്കുന്നത്, ഞമ്മന്റെ മതം മാത്രം മതി ഈ ലോകത്ത് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലാകാം. ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ പോയി വലിഞ്ഞു കയറിയിട്ട് അവർ നൽകുന്ന ഉപ്പും ചോറും തിന്ന് അവർ നൽകുന്ന പാർപ്പിട സംവിധാനത്തിൽ അമർന്ന് കിടന്നിട്ട് അവർക്കെതിരെ അങ്ങ് മോങ്ങാൻ തുടങ്ങിയാൽ അതൊന്നും നടക്കില്ല. നല്ല കിട്ടല് കിട്ടും. ഇറാൻ ജൂലൈ 31 ഇസ്മായിൽ ഹനിയയുടെ തല തെറിച്ച ദിവസം ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ചതാ. എന്തേ അനങ്ങാൻ പറ്റാത്തത്? പൂട്ടിയില്ലേ ഇസ്രായേല്? തലകൾ ഒന്നൊന്നായി പാർസൽ ചെയ്ത് അയച്ചു കൊടുത്ത് പൊട്ടിച്ചിട്ട്. ഈ തീവ്രവാദികളുടെ തലകൾ ലോകത്ത് സകലമാന മനുഷ്യനും തലവേദനയാണ്. ലോകത്തുള്ള മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇവന്മാരില്ലാതായേ പറ്റൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ അത് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് കേവലം ജൂതന്മാർക്ക് വേണ്ടിയല്ല,
ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് വേണ്ടി മാത്രമല്ല, സകലമാന മനുഷ്യനും ലോകത്ത് മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും മതമുള്ളവനും ഇല്ലാത്തവനും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ഈ മതഭീകരവാദികളെ ഉന്മൂലനം ചെയ്തേ മതിയാകൂ. ലോക സമാധാനത്തിനു വേണ്ടി അത്തരം വലിയ ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. പല തവണകളില് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അജണ്ടകളും ചില തീരുമാനങ്ങളും കരാറുകളും ഒക്കെ ഇസ്രായേലിനെ സമീപിച്ചപ്പോൾ ഒരു നിലയ്ക്കും ഇസ്രായേൽ തലകുനിക്കുകയോ ഇവരുടെ കരാറുകൾക്ക് ഒരു വേളയെങ്കിലും മൂളുകയോ ചെയ്തിട്ടില്ല. കാരണം ഹമാസ് ഭീകരർ ഈ ലോകത്തിന്റെ ശത്രുവാണ്. അത് കൃത്യമായി മനസ്സിലാക്കിയ രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ജർമ്മനിക്കറിയാം, ഇറ്റലിക്കറിയാം, ഫ്രാൻസിനറിയാം, ബ്രിട്ടൻ അറിയാം, അമേരിക്കയ്ക്കറിയാം, സർവോപരി എല്ലാത്തിനേക്കാളേറെ ഇസ്രായേലിനറിയാം. ഇവരെ എങ്ങനെ ഒതുക്കണമെന്ന് ഇസ്രായേലിനറിയാം. ഇപ്പോഴാ ഓസ്ട്രേലിയയും പറയുന്നു. നമ്മുടെ തനിനിറം കൊണ്ടല്ലേ ആളുകൾക്ക് നമ്മളെ മനസ്സിലായി പോകുന്നതും വെറുത്തു പോകുന്നതും, അല്ലേ? ഹഫ്സ തെണ്ടി നിന്റെ തന്ത. വിളിക്കേ, ചീത്ത വിളിക്കേ. എന്താടാ ഉബൈദിന് തന്ത ഇല്ലെന്നോ? അയ്യോ, ഉമ്മ അപ്പൊ പോക്കായിരിക്കുമല്ലോടാ. അപ്പ മോശമായതുകൊണ്ട് തന്നെയാണ് ഉമ്മ അങ്ങനെ പോയത് കേട്ടോ. സാരമില്ല, നിനക്കും ഇനിയിപ്പോ ആ വഴി തന്നെ ആയിരിക്കുമല്ലേ. ശരി. നെഗറ്റീവ് കമന്റ്സ് വായിക്കരുത് എന്ന് പറഞ്ഞു. അതിന് മറുപടി പറയരുത് എന്നും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവന്മാരുടെ വഴിയെ ചലച്ചിട്ട് പോട്ടെ. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ശുഭരാത്രി. നന്ദി.